ഇനി കോഴിക്കോട് താമരശ്ശേരിയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോവുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയ വാർത്തയിലേക്ക്. 10ാം ക്ലാസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിലാണിപ്പോൾ. പരിക്കേറ്റ പാലോറക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് ഈ സംഘർഷമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് വിവരങ്ങളുമായി. അഭിജിത്ത്, കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അത് അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണോ? തലക്കേറ്റ ക്ഷതം അത് എത്രത്തോളം സാരമുള്ളതാണ്? അവിടെ നിന്നുള്ള വിവരങ്ങൾ ആദ്യം പറയും. സ്മിത, നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരിയിലാണ്. ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള 4 പേരുമായി തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ആദ്യം ഒരു സംഘർഷം ഉണ്ടാകുന്നത്. തുടർന്ന് റോട്ടിലേക്ക് ആ സംഘർഷം വ്യാപിക്കുകയും അവിടെ വെച്ച് ഈ ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റി എന്നുള്ളതാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മിത, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. അതിനു മുൻപ് ഈ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് ഒരു ഫെയർവെൽ പാർട്ടി ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആ ഫെയർവെൽ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അതിനിടയിൽ നടന്ന ചില പ്രശ്നങ്ങൾ, ഈ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന പ്രശ്നങ്ങളാണ് ഇത്തരം വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഞായറാഴ്ച നടന്ന ഫെയർവെൽ പരിപാടിക്കിടെ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഇതിൽ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഈ വിദ്യാർത്ഥിയെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവർ സംസാരിക്കുന്നു. അതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളതുമാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡിൽ വെച്ചാണ് രണ്ടാമത് ഈ ഒരു സംഘർഷം നീണ്ടുപോകുന്നത്. നേരത്തെ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങളിലുള്ള സ്ഥലത്ത് ഈ സംഘർഷം ആരംഭിക്കുന്നു. അതിനെ തുടർന്ന് ഈ റോഡിലേക്ക് സംഘർഷം നീളുന്നു. അങ്ങനെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ തെളിവെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മിത, ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്ക് പറ്റി എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വിവരം അനുസരിച്ച് ഈ വിദ്യാർത്ഥികളിൽ ചിലരുടെ കൈവശം നഞ്ചക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദനമേറ്റിട്ടുണ്ടോ ഈ ഷഹബാസിന് എന്നുള്ള കാര്യം കൂടി നിലവിൽ പരിശോധിക്കുന്നുണ്ട്. തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കുപറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷഹബാസ് കഴിയുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ സ്വകാര്യ ട്യൂഷൻ സെൻറ്റർ. ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലുള്ളവർ നൽകുന്ന വിവരമനുസരിച്ച് ഈ പരിക്ക് പറ്റിയ ഷഹബാസ് ഈ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥിയല്ല. ഈ ഷഹബാസുമായി അവൻ്റെ കൂട്ടുകാർ ഇവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് ഇങ്ങനെയുള്ളൊരു സംഘർഷം ഉണ്ടായത്. 2 വിഭാഗം കുട്ടികൾ, അതായത് 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് ഷഹബാസിന് ഇങ്ങനെ പരിക്കുപറ്റുന്നത്. എല്ലാവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലാണ് ഇങ്ങനെയൊരു വാക്ക് തർക്കം ഉണ്ടാവുകയും അത് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിൽ കലാശിക്കുകയും തുടർന്ന് ഗുരുതരമായി ഷഹബാസിന് പരിക്കുപറ്റുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. തെളിവെടുപ്പ് അടക്കം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വിദ്യാർത്ഥികളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ ചിലർ മുൻപും പല കേസുകളിൽ പ്രതിയാണ് എന്നുള്ളൊരു വിവരം കൂടി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്മിത, 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. പരീക്ഷയുടെയൊക്കെ കാലം ആണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇങ്ങനെ ആയുധങ്ങൾ, നഞ്ചക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ അതൊക്കെ വെച്ചിട്ട് തലക്കടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അല്ലാതെ അത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. പല തവണ സംഘർഷം ഉണ്ടാകുന്നു. പക്ഷേ ഇത്തവണ മനഃപൂർവ്വമായി തന്നെ അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അവർ അടിപിടി ഉണ്ടാക്കാൻ തന്നെ വന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും സ്മിത, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ ഇങ്ങനെയൊരു ഫെയർവെൽ പാർട്ടി നടക്കുന്നത്. ഈ ഫെയർവെൽ പാർട്ടിക്കിടെ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് ഈ ഫെയർവെൽ പാർട്ടിക്കിടെ നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ആ പ്രശ്നം അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ ട്യൂഷൻ സെൻറ്ററിലെ അധ്യാപകൻ ഇടപെട്ട് ആ വാക്കുതർക്കം രമ്യതയിലെത്തിക്കുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയിലേക്ക് നീളുകയായിരുന്നു. വ്യാഴാഴ്ച ഈ ഇരുവിഭാഗം വിദ്യാർത്ഥികളും സംഘടിച്ചെത്തുന്നു. ആ സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗത്തിലുള്ളവരാണ് ഈ ഷഹബാസിനെയും കൂടെ കൂട്ടുന്നത്. ഷഹബാസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥിയല്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഈ 2 വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തുന്നു. തുടർന്ന് ചില വാക്കുതർക്കം വീണ്ടും ഉണ്ടാകുന്നു. അവർ ഈ ട്യൂഷൻ സെൻ്ററിന് പുറത്ത് വെച്ച് ഒരു വാക്കുതർക്കം വീണ്ടും ഉണ്ടാകുന്നു. അത് സംഘർഷത്തിൽ കലാശിക്കുന്നു. ഈ ഷഹബാസിൻ്റെ ശരീരത്തിൽ അതിഗുരുതരമായി പരിക്ക് പറ്റുന്നു. ഏതായാലും പിന്നീട് നടന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരിക്ക് പറ്റിയ ഷഹബാസിനെ ഈ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ
ഷഹബാസിനെ കണ്ടപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായില്ല ഇങ്ങനെ പരിക്ക് പറ്റി എന്നുള്ള വിവരം അവരെ ഈ വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുമില്ല. പിന്നീട് ചില സംശയം തോന്നിയാണ് സുഹൃത്തുക്കളെ ഷഹബാസിന്റെ കുടുംബം ചോദിക്കുന്നത്. അപ്പോഴാണ് ഇത്രയും വലിയൊരു ആക്രമണത്തിന്റെ ഒക്കെ കഥ പുറത്തറിയുന്നത്. തുടർന്നുടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും നിലവിൽ അതീവ ഗുരുതരമാണ് ഈ വിദ്യാർത്ഥിയുടെ നില എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സ്മിത. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി താമരശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.